ഹായ് ഗൈസ്, വെൽക്കം ടു ത്രിനിക മെറിയ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ഒരു ഓണത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പോകുന്നത് കുറച്ച് 10 മണിക്ക് എത്തണമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തിയപ്പം 12:30 മണിയായി. അതുകൊണ്ട് അത്രയും ധൃതിപ്പെട്ട് ഇറങ്ങിയതുകൊണ്ട് പോകുന്ന വഴിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിപ്പോ തിരിച്ച് വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇൻട്രോ എടുക്കുന്നത്. അതുമല്ല അമ്മ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഇൻട്രോ എടുക്കാൻ പറ്റാതെ പോയത്. അമ്മ നാട്ടിൽ പെരുന്നാളായി കാരണം അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഞാനും പ്രിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരായിരുന്നു കിച്ചണിൽ കയറി എല്ലാം ചെയ്ത് രാവിലെ ഉറക്കുന്നതിന്റെ കിച്ചണിൽ കയറി എല്ലാം ചെയ്ത് ഏഞ്ചലിനെ ഒരുക്കി ഞങ്ങൾ ഒരുങ്ങി വന്നപ്പോഴത്തേനും 12:30 മണിയായിരുന്നു. അത് നേരത്തെ കഴിഞ്ഞാൽ ഒരാള് ഏഞ്ചലിന് നോക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്നെല്ലാം കഴിയുമായിരുന്നു. പക്ഷെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷെ അമ്മ ഇല്ലാത്താണ് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി കിച്ചണിൽ നിൽക്കുമായിരുന്നു. അപ്പൊ പിന്നെ അതിൻ്റെ ഇടയിൽ 9 മണി വരെ എന്താണ് ഏഞ്ചല് കിടന്ന് ഉറങ്ങി മോർണിംഗ്. അതുവരെ എല്ലാം സ്മൂത്തായിട്ട് പോയി. ആ സമയത്ത് ഞങ്ങൾ അടുക്കളയിലുള്ള കുറച്ച് പണികളൊക്കെ തീർത്ത് വെച്ചു. അതിന് ശേഷമാണ് ടാസ്ക് ആയത്. കാരണം ഞങ്ങൾ ഒരുങ്ങുന്നുണ്ടപ്പോഴും ഞങ്ങളെ മട്ടുംഭാവം കണ്ടപ്പോഴേ ആൾക്ക് മനസ്സിലായി എവിടെ പോകാനാണ്. പിന്നെ ഒരു വിധത്തിൽ അവിടെ തറയിരിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇവക്ക് മാറ്റി മാറ്റി കൈ പിടിക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. ഒരാൾ ജോലി ചെയ്യുമ്പോൾ ഏഞ്ചലിനെ നോക്കും, മറ്റേ ജോലി ചെയ്യുമ്പോൾ വേറൊരാൾ ഏഞ്ചലിനെ നോക്കാം. അങ്ങനെയായിരുന്നു കേട്ടോ മൊത്തത്തില്. പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ എയറിലായിരുന്നു, പറക്കുമായിരുന്നു, ഒന്നിനും സമയമില്ലാതെ. അതുകൊണ്ട് വിചാരിച്ച് മാത്രം അങ്ങനെ വീഡിയോസും എടുക്കാൻ പറ്റില്ല. ഫോട്ടോസും കുറവാണ്. കാരണം അവിടെ ചെന്നപ്പോഴും ആളിത്തിരി ആദ്യം കുറച്ചു നേരം ഫോട്ടോ എടുക്കാനൊക്കെ നിന്നായിരുന്നു, നന്നായിട്ട് സഹകരിച്ച്. പിന്നെ ഇപ്പൊ ആളും ഇത്തിരി ഡേഞ്ചർ ആയിരുന്നു. ഞങ്ങൾക്ക് ടെൻഷൻ കയറി. കാരണം അവിടെ ഇവക്ക് ഫീഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു, അതിനുള്ള സ്ഥലമൊന്നും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നാലും വീട്ടിൽ വന്ന് ഫീഡ് ചെയ്യാനേ പറ്റത്തുള്ളായിരുന്നു. അതായത് തലയിൽ എന്തൊക്കെയോ കയറ്റി വെച്ചിട്ടൊക്കെ ഉണ്ട്, അറിയത്തില്ല എങ്ങനെ വീണാന്ന്. അവിടെ വെച്ച് പ്രാവം കണ്ടോ തൂറിയൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അത് പച്ച കളറിലാണോ, അതിന്റെ മോഷൻ പച്ച കളറാണെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ഡൗട്ട് ഇതുപോലെ എന്താ പറയണ്ട, ഒരു എന്താ ഇത് ചെടിയുടെ അതന്നെ ഈ പുല്ല് അരച്ചാ ഇങ്ങനെ അതാണ് കിട്ടുന്നത്. ഞാൻ ഇതെടുത്ത് നോക്കിയിട്ട് ഡൗട്ട് ഇരിക്കുന്നത് എന്തോ സംഭവം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കൂടെ ഉണ്ടായിരുന്നവരാണ് പറഞ്ഞത് പ്രാവിൻ്റെതാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പച്ചക്കളറാണോ ഇപ്പോഴാണ് അറിയുന്നത് പ്രാവ് മോശം പോകുന്നത് പച്ചക്കളറിലാണ്. അങ്ങനെ പിന്നെ അതും സമ്മാനമായിട്ട് അവിടെ വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊരു അമ്പലത്തിന്റെ ബാക്ക് സൈഡ് വെച്ചാണ് ഷൂട്ടിന്റെ ഞങ്ങൾക്ക് ഇടാൻ പറ്റുമോന്ന് അറിയത്തില്ല. കാരണം അതിന് മാത്രമുള്ള വീഡിയോസ് ഒന്നും നമ്മുടെ ഇല്ല. എന്നാലും നോക്കാം. അപ്പൊ ശരി, നമുക്ക് ബാക്കിയെല്ലാം ബ്ലോഗിൽ കാണാം. അപ്പം ഞാനും പ്രിയ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. പ്രിയയാണ് ആദ്യം ഒരുങ്ങിയത്. ഞങ്ങളുടെ മാറി ഇങ്ങനെ ക്യാമറ പിടിച്ച് വീഡിയോ എടുക്കായിരുന്നു കേട്ടോ. പിന്നെ ഏഞ്ചലും ആ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങളെല്ലാ ഐറ്റവും എടുത്ത് മേശപ്പുറത്തല്ല കേട്ടോ, കട്ടിലിൻ്റെ പുറത്ത് ഇട്ടേക്കുമായിരുന്നു കേട്ടോ. കാരണം എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ അമ്മ ഇല്ലാത്ത കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ എഴുന്നേക്കുന്നുണ്ടായിരുന്നത്. ബെഡൊന്നും നേരിച്ച് വീട്ടിൽ ഉറക്കത്തിൽ നിന്ന് കിടന്നണക്കാനാണ് കേട്ടോ കിടന്നത്. ആ കട്ടിലിൻ്റെ പുറത്തിട്ട് വെച്ച സാധനങ്ങളൊക്കെ എത്തിക്കടന്ന് നോക്കുന്നതാണ് കേട്ടോ ഏഞ്ചല്. അവക്ക് കളിക്കാൻ കൊടുക്കുന്ന സാധനങ്ങളൊന്നും അല്ല, നമ്മൾ എന്തേലും പ്രത്യേകം വെച്ചിരിക്കത്തില്ലേ ആ ടൈപ്പ് ഐറ്റംസ് ഒക്കെ എടുക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഇതിപ്പോൾ പ്രിയ ഫൗണ്ടേഷനൊക്കെ ഇടുമായിരുന്നു. ഞാൻ ഫൗണ്ടേഷനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. വീട്ടിലെ ജോലിയും പിന്നെ പോകാനുള്ള തിരക്കെല്ലാമായിട്ട് ഭയങ്കര ധൃതിയിലായിരുന്നു കേട്ടോ ഞങ്ങൾ മൊത്തത്തിലുണ്ടായിരുന്നത്. ഏഞ്ചല് ഉറങ്ങിയ നേരം വരെ ഞങ്ങൾക്ക് പിന്നെയും സുഖമായിരുന്നു, എല്ലാം എളുപ്പത്തിൽ നടന്നു. ഞങ്ങൾ പിന്നെ സമയമുണ്ടെന്ന രീതിയിലെല്ലാം പതുക്കെയും കൂടെ ചെയ്തുകൊണ്ടിരുന്നു. അതാണ് ഏറ്റവും വലിയ ആപത്തായിട്ട് പോയത്. പിന്നെ ഏഞ്ചൽ എഴുന്നേറ്റപ്പം എല്ലാം വെപ്രാളത്തിൽ ചെയ്യേണ്ട അവസ്ഥ ആയിരുന്നു കേട്ടോ. ഞാൻ മേക്കപ്പ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടു, എന്നിട്ട് വീക്കോ എന്ന് പറഞ്ഞൊരു ക്രീമുണ്ട്, ഒരു യെല്ലോ കളർ ഇരിക്കുന്ന ആ ക്രീം ഇട്ടിട്ട് പിന്നെ ഐലൈനർ വരയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഇതിനിടയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്രീംസ് എല്ലാം ഫേസ് ഇട്ടതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഐലൈനറൊക്കെ വരച്ചത്. ഏഞ്ചൽ ആ ടൈമും കട്ടിലിൽ തന്നെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൂടെ കണ്ണാടി വഴി അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രിയടുത്തും പറയുന്നുണ്ടായിരുന്നു ഏഞ്ചലിനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നു പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഒരുങ്ങാൻ കയറിയപ്പോൾ തന്നെ 9 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വിളിച്ചപ്പോൾ പറഞ്ഞത് 10 മണി കഴിഞ്ഞാലും കുഴപ്പമില്ല, സമാധാനത്തിൽ ഇറങ്ങിയാൽ മതി എന്നാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് സമാധാനം കൂടിപ്പോയ കാരണം
ഐ മീൻ സമാധാനം കുറച്ച് കൂടുതൽ നേരം എടുത്തെന്ന് തോന്നുന്നു. അതുകൊണ്ട് 2.5 മണിക്കൂർ ലേറ്റായിട്ട് പോയത്. ഞാൻ ഇടയ്ക്കൂടെ ഐലൈനർ വരയ്ക്കുമ്പോഴേക്ക് പ്രിയ എടുത്ത് സജഷനും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ മതിയോ എന്നൊക്കെ. കാരണം എനിക്ക് ഐലൈനറൊക്കെ നല്ല കട്ടിക്ക് വരയ്ക്കുമ്പോൾ എൻ്റെ കണ്ണ് കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര അലമ്പായിട്ടൊക്കെ തോന്നാറുണ്ട്. ഒരുമാതിരി യക്ഷികളുടെ കണ്ണൊക്കെ ഇരിക്കുന്ന നമുക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴും മേളിൽ മാത്രമേ വരയ്ക്കത്തുള്ളായിരുന്നു കേട്ടോ. ഇതിപ്പം ഒട്ടും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് താഴെ കൂടങ്ങ് വരച്ചത്. പിന്നെ ബാക്കിയെല്ലാം എൻ്റെ മൂഡ് കണക്കിരിക്കും. ഇതിപ്പം ഏഞ്ചലിന് ഞങ്ങൾ ഡ്രസ്സൊന്നും ഇട്ട് കൊടുത്തില്ല, അവിടെ പോയിട്ട് ഇട്ട് കൊടുക്കാന്നാണ് കേട്ടോ കരുതിയത്. കാരണം ഇവിടെ നിന്ന് പട്ടുപാവാട ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങുന്നത് ശരിയായിരിക്കില്ല എന്ന് തോന്നി. ഇതിപ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ധൃതി പിടിച്ചിട്ടാണ് കേട്ടോ. ആ സമയത്ത് അപ്പയും വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ട് വേറൊരു ഓട്ടോ പിടിച്ചിട്ടാണ് പോയത്. ആ ഓട്ടോ അപ്പ ഏർപ്പാടാക്കി തന്നത് തന്നെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ഓട്ടോയിൽ പോകുന്ന വഴിക്ക് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതൽ സമയം അങ്ങനെയായിട്ട് സംസാരിക്കുന്ന കാരണം കൂടുതലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സൈഡൊക്കെ എടുക്കണമെന്ന് വിചാരിച്ച് പിന്നെ ഫുൾ ടൈം എത്തുന്നവരെ ഫോണിനകത്തായി പോയി കേട്ടോ. അതുമല്ല കുറച്ച് ലോങ് ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അവിടെ പോകാൻ. ഓട്ടോയ്ക്ക് തന്നെ 150 രൂപ പോയിൻ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓണം ഷൂട്ട് ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു അമ്പലം തീമൊക്കെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് കടവൂർ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് കേട്ടോ ഈ ഫോട്ടോ എല്ലാം എടുത്തത്. ഞങ്ങൾ കുറച്ച് വയലിൻ്റെ അടുത്തുള്ള ഫോട്ടോസൊക്കെ ഉദ്ദേശിച്ചതാണ്, പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും 12:30 ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വെയിലായ കാരണം ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ ഞങ്ങളുടെ മുഖമൊക്കെ നല്ല ബ്ലാക്ക് ആയിട്ട് ഇരണ്ടിരിക്കുമായിരുന്നു. അപ്പം വെയിൽ കൂടിയതാ കാരണമെന്ന് പറഞ്ഞപ്പം ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ കൊള്ളാം, അങ്ങനെയാണ് കേട്ടോ നേരെ ഇവിടെ കൊണ്ടുവന്നത്. ഏഞ്ചലിനെ ഒരുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം വന്ന പാടെ അവളെ എങ്ങനെയായിരുന്നു ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഫോട്ടോസ് എടുക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു കേട്ടോ. ഏഞ്ചലും നന്നായിട്ട് അന്നേരമൊക്കെ സഹകരിച്ച് തന്നു. നോക്കി ചിരിച്ചളിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ആള്. എല്ലാവരെയും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നന്നായിട്ട് ചിരിച്ചളിച്ച് സഹകരിച്ചൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഫുഡായിട്ടൊക്കെ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇറങ്ങിയത് തന്നെ കുറേ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ പാത്രത്തിൻ്റെ അടപ്പയൊക്കെ മിസ്സായിട്ട് കുറേ കിടന്ന് തപ്പി കിട്ടിയില്ല. ലാസ്റ്റ് ഏഞ്ചലിനുള്ള ഫുഡ് മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. കാരണം 12:30 ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. എന്തായിരുന്നാലും ഉച്ചയ്ക്ക് ഏഞ്ചലിന് ഫുഡ് കൊടുക്കണം. അപ്പോൾ വീടെത്തുമ്പോൾ എന്തായിരുന്നാലും ഒരു ടൈം ആകും. പിന്നെ ഫീഡിങ്ങും പ്രതീക്ഷിച്ച കണക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏഞ്ചലിനുള്ള ഫുഡ് എങ്ങനെയാണേലും കൊണ്ടുപോയേ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ട് ഏഞ്ചലിൻ്റെ ഫുഡ് മാത്രമായിരുന്നു കേട്ടോ കരുതിയത്. പക്ഷെ അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം ഒന്ന് പെട്ടെന്ന് തീർക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. എനിക്ക് ആരുടെ ഫോട്ടോ നന്നായിട്ട് കിട്ടിയില്ല, ഏഞ്ചലിൻ്റെ ഫോട്ടോ വെച്ച് നന്നായിട്ട് കിട്ടണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് അവളുടെ ഫസ്റ്റ് ഓണമല്ലേ, അപ്പം എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് വേണമെന്ന് എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ അനിയത്തിയും അവളുടെ ഫ്രണ്ടുമാണ് കേട്ടോ. അവളുടെ ഫ്രണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം ഞങ്ങൾക്ക് സെറ്റാക്കിയിട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. ഫോട്ടോസിൻ്റെതും അതിൻ്റെതൊക്കെ അവൾ തന്നെ ആയിരുന്നു ആൾക്കാരെയൊക്കെ ഒപ്പിച്ച് തന്നതൊക്കെ. ഇതിപ്പം ഒരു 2:30 ആ ടൈം ആയിട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോയേക്കാമെന്ന് കരുതി. കാരണം ഏഞ്ചല് ചെറുതായിട്ട് വാശി പിടിക്കുകയും കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓട്ടോയിൽ കയറിയപ്പോഴാണ് കേട്ടോ ആൾക്കൊന്ന് സമാധാനമായത്. അപ്പം ഞങ്ങൾ കരുതി ഒരു ഗെറ്റ് അൺറെഡി വിത്ത് മീ എടുക്കാന്ന്, അല്ല വിത്ത് അസ്, ഗെറ്റ് അൺറെഡി വിത്ത് അസ് എടുക്കാന്ന് കരുതി. കാരണം ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാന്നായിരുന്നു. പക്ഷെ ഏഞ്ചലിന്റെ ആ ഒരു ഇത് കാരണം കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതെന്തായിരുന്നാലും ആഡ് ചെയ്യാം. ഇതിന്റെ ഫ്ലാഷ് ബാക്ക് ഇട്ടാം. എന്തായിരുന്നാലും ഗെറ്റ് അൺറെഡി വിത്ത് കാണാം, അല്ല വിത്ത് അസ് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഓർണമെന്റ്സ് ഒക്കെ ഊരാം. എന്റേത് പ്രത്യേകിച്ച് ഊരാനായിട്ടൊന്നുമില്ല. ഈ വളകളും. നീ വള മേടിച്ചായിരുന്നോ? ഇല്ല, എന്റെ ഫ്രണ്ട് ഇതിൽ നിന്ന് 2 വള എടുത്തായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ചു വാങ്ങിച്ചില്ല, കുഴപ്പമില്ല. മാലയെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഗോൾഡാണ്. ഇത് ഊരാൻ മടിച്ചു, കാരണം ഊരിയിട്ട് വീണ്ടും ഇടുക എന്നുള്ളത് ഒരു ടാസ്ക് ഉള്ള പരിപാടിയാണ്. ഞാൻ ഈ ഓർണമെന്റ്സിലെ ഇന്നലെ പോയി മേടിച്ചതാണ്. ഇത് ഇന്നലെ പോയി മേടിച്ചില്ല, വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചതാണ്. വാങ്ങിച്ചതല്ലേ, കിട്ടിയതാണ്. അല്ല, 1.5 വർഷം ആവുന്ന. അതൊരു വർഷങ്ങളായില്ലേ? 1.5 വർഷം. ഓക്കെ, അപ്പം വളകളൊക്കെ ഞാൻ സമയം കൊണ്ട് എന്റെ മാല ഊരട്ടെ. ആദ്യം ഇതെല്ലാം കറക്റ്റ് അളവായിരുന്നു കേട്ടോ. എല്ലാം ചെറുതാണ്. ഒന്നും പ്രസവിച്ചില്ലേ, അതിന്റെ. എനിക്ക് ഒരു നേരം ചിന്തിക്കാൻ നോക്കൂ,
കൈ ഒരു ചുമന്ന് നിങ്ങക്ക് വീഡിയോയില് കാണുന്നോന്ന് അറിയത്തില്ല കേട്ടോ. കണ്ടോ ചുമന്ന്. എനിക്ക് ചിന്തിക്കാൻ വയ്യ. അപ്പൊ ഞങ്ങൾ ഏഞ്ചലിന്റെ ഭാഗം എത്ര നേരം ഉറക്കമായിരുന്നു. ആൾ എണ്ണീറ്റിട്ടുണ്ട്. എണ്ണീറ്റ് ഉടനെ ഞാൻ പൂ മാറ്റിയിട്ടുണ്ട്. ഏഞ്ചലിന്റെ ഇവിടെ ഇങ്ങനെ ഇരുന്നായിരുന്നേ. ഇപ്പം ഇളകി വീഴുന്ന വിചാരിച്ച് പോയിരിക്കായിരുന്നു. ഞങ്ങളുടെ അൺറെഡി വിത്ത് അസ് എടുക്കാനാണ് വിചാരിച്ചത്. ഇപ്പൊ ഞങ്ങളുടെ ഏഞ്ചലും ഉണ്ട് കേട്ടോ. അതിന് ഞാൻ എന്റെ മാല മാറ്റിട്ടോ. അനുശാരി മാല മുറിയോ. ഏഞ്ചല് നോക്കി നോക്കി ചിരിച്ചോണ്ട് ഏഞ്ചലിനെ ഈ വള ഇട്ടപ്പോഴത്തേക്കും ഈ വള ഉണ്ടാ 2 കൈയിലെ അവള തന്നെ. ഈ വള ഇട്ടപ്പോഴത്തേക്ക് കിലുങ്ങുന്നുണ്ട്. മറ്റേത് കരിവള ഇട്ടപ്പം കിലുക്കമില്ലല്ലോ, ഇതില് നല്ലപോലെ കിലുങ്ങുന്നുണ്ട്. ഇട്ടതിന് ശേഷം ചുമ്മാ കിലുക്കമായിരുന്നു ഏഞ്ചല്. ഇപ്പം മനസ്സിലായി ഇതൊരു കിലുങ്ങ് വന്നു. അവളുടെ അടങ്ങിയിരിക്കുക. ഇട്ട നേരം മുതൽ ഭയങ്കര കൈയിട്ട ആട്ടമായിരുന്നു കിലുങ്ങാൻ വേണ്ടി. നീ എന്റെ വള ഊരട്ടെ. ഞാൻ എന്റെ വളകളെല്ലാം ഊരിട്ടു. എൻ്റെ വള ഊരാൻ വലിയ പാടൊന്നുമില്ല. എന്നെക്കാളും ഇച്ചിരി വലിയ സൈസാ. പ്രിയയുടെ കയ്യിൽ ഏഞ്ചലുണ്ട്, അതുകൊണ്ടാണ് ക്യാമറ കാണിക്കാൻ പറ്റാത്തത്. ഊരിയ വളകൾ അപ്പം വളയൊക്കെ ഊരിയിട്ടുണ്ട്. ഇനി എൻ്റെ അത് പ്രത്യേകിച്ച് ഊരാനായിട്ടൊന്നുമില്ല. ഇനിയും എനിക്ക് എൻ്റെ കമ്മലായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ ഒന്നുമില്ല, എനിക്ക് ഒരുപാട് കമ്മൽ ഞാനിങ്ങനെ ഈ കാത് ഓൾറെഡി ഇതായിട്ടിരിക്കുകയാണ്. വെച്ചാൽ തലയിൽ ഇപ്പോൾ പ്രസവിച്ചതിന് ശേഷം താരം വന്നിട്ട് ഭയങ്കര സീനായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇത് കാതിൽ കാണാനുണ്ട്. ഏഞ്ചല് മയക്കിനുള്ള പരാക്രമമാണ്. കാതിന് ഇവിടെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കീറിയിട്ടുണ്ട് കേട്ടോ. അത് തലയിൽ താരം കൂട്ടിയിട്ട് കാതിലങ്ങനെ കീറിയത്. അത് ഓയിൽമെൻറ്റ് ഇടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കമ്മലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ വീട്ടിൽ കമ്മൽ യൂസ് ചെയ്യാറില്ല, അത് കാരണം നല്ല പെയിൻ ഉണ്ട് തൊടുമ്പോഴേ. ഓയിൽമെൻറ്റ് ഇടുന്നുണ്ട്, പിന്നെ അതിന് പെയിൻ ഉണ്ടെങ്കിൽ ഒരു മെഡിസിൻ ഉണ്ട് കഴിക്കാൻ, പക്ഷെ ഞാൻ കഴിക്കുന്നില്ല. കാരണം അത് കഴിച്ചാൽ നന്നായിട്ട് ഉറക്കം വരും. ഏഞ്ചലുള്ള കാരണം എനിക്കങ്ങനെ കിടന്നുറങ്ങിയാൽ ശരിയാവത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പെയിൻ സഹിക്കുകയാണ് ചെയ്യുന്നത്, മെഡിസിൻ കഴിക്കത്തില്ല. മൈക്കിലാണ് കളി. നമുക്ക് ഏഞ്ചലിനെ കുറച്ച് നേരത്തിന് സ്ഥാപിക്കാം. കൂടെ ക്യാമറ നോക്കി ഇങ്ങനെ ചിരിക്കാലോ. നന്നായിട്ട് പോസ് ചെയ്തായിരുന്നു കേട്ടോ ഫോട്ടോസിനൊക്കെ. ആർക്ക് മനസ്സിലായി ഫോട്ടോ എടുക്കുവാന്ന്. ചിരി നോക്കി ചേച്ചി അവിടെ നോക്കി ചിരിച്ചേ. അതിൻ്റെ പാർട്സ് ഒക്കെ കൊച്ചിളക്കിളക്കി തരുന്നുണ്ട്. അപ്പം ഏഞ്ചൽ ഇത്തിരി ഡേഞ്ചറായി വരുന്നു. സോ നമുക്ക് ഏഞ്ചലിനെ എവിടെയെങ്കിലും കൂടി സ്ഥാപിക്കാം. ഏഞ്ചലിൻ്റെ വളം കൂട്ടണ്ടേ? വളം ഏഞ്ചലിന് ഞാൻ ഇവിടെ ഇട്ടട്ടെ. ഇന്നലെ പോയി മേടിച്ചു. എൻ്റെ നെറ്റി പൊട്ടുണ്ട് കേട്ടോ, പക്ഷെ അറിയുന്നില്ല. ഞാൻ പൊട്ടൊന്ന് വരട്ടെ. അണ്ടറടി പെടുന്ന തന്നെയല്ലേ ഈ പൊട്ടും. എൻ്റെ നെറ്റിലും പൊട്ടുണ്ട്. ഓക്കെ, എൻ്റെ കണ്ണിലെ കരിയെല്ലാം പോയി കേട്ടാ. ഇത് ഞാൻ നേരത്തെ മാന്തി കളഞ്ഞതാ, വീട്ടിൽ വെച്ച് തന്നെ കളഞ്ഞതാ. എൻ്റെ കണ്ണി ഇപ്പോഴും ഉണ്ടാക്കുന്ന ഫേസ്. ഞങ്ങൾ ഏകദേശം 2:30 ടൈമായി വീട്ടിൽ എത്തിയപ്പോൾ. ഏഞ്ചല് കരഞ്ഞ കാരണം ഏഞ്ചല് ഞാൻ ഉറക്കുമായിരുന്നു. ആ സമയത്ത് മാന്തി കളഞ്ഞു. എനിക്ക് ഇനി ഹെയർ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടുണ്ട്. 2 ക്ലിപ്പിൻ്റെ അതേ ഉള്ളൂ. ചൂടിയിട്ടുണ്ട്. ഒരാൾ വായും തുറന്നിരിക്കുക അവിടെ. എന്താണ് ഏഞ്ചി കുഞ്ചി വായും തുറന്നിട്ടിരിക്കുന്നോ? ചിരി നോക്കി ഞാൻ ഫോൺ എടുത്ത് മാറ്റി കൊടുക്കും. ഞാൻ പോകുന്നതിന് മുന്നേ ഒന്ന് മേല് കഴുകിയിട്ടായിരുന്നു പോയത്. അതുകൊണ്ട് വന്നിട്ട് എനിക്ക് മേല് കഴുകാൻ വയ്യ. സോ ഇനി ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാം. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് റെഡി ആയിട്ടൊക്കെ വരാം. അപ്പം ഞാൻ തേങ്ങ എഴുതായിരുന്നു അല്ലേ.
എൻ്റെ അൺറെഡി വിത്ത് മീ കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയൊക്കെ ഞാൻ പോയി ദേഹം കഴിക്കുകയില്ല, അവിടെ വച്ചെന്നെ കളയുന്നതായിരിക്കും. നിങ്ങൾ വേണേൽ കാണിച്ചു തരും എൻ്റെ കൊണ്ട്. ഇല്ല, എനിക്കൊന്നുമില്ല. ഈ പ്രത്യേകിച്ച് മുഖം മാത്രം കഴുകുക, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. നമ്മൾ ഒരുപാട് വിയർത്തതൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ മേല് കഴുകേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചൊന്നും ഇതായില്ല. തമിഴിൽ തന്നെ ആയിരുന്നു ഫുൾ ടൈം. എന്തോ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റുക, ഡ്രസ്സ് ഇനി കഴുകുക. ചെല്ലു, നമുക്ക് അൺറെഡി വിത്ത് മീ എടുക്കണ്ടേ? അൺറെഡി വിത്ത് മീ. ഓക്കെ, ഏഞ്ചൽ പെർമിഷൻ ഗ്യാരണ്ടീഡ്. പെർമിഷൻ ഗ്രാൻഡഡ് സാധനം തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഏഞ്ചലിൻ്റെ അൺറെഡി എടുക്കാം. അപ്പം ഞാൻ ദേഹമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഫേസ് മനഃപൂർവ്വം കഴുകാത്തതാണ്, കാരണം വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം മുടി കഴിക്കാം. മുടിയൊക്കെ ഞാൻ ജസ്റ്റ് പോണിട്ട് ചെയ്തല്ല, കുട്ടപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ദേഹം കഴുകിയിട്ട്. ഹായ് ഗൈസ്, അപ്പം ഞാൻ ദേഹമൊക്കെ കഴുകിയിട്ട് വന്നു. ഞാൻ ഫേസ് കഴുകാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ വ്ളോഗിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഫേസ് കഴുകാത്തത്. പക്ഷേ ഇനി എടുക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല. ഏഞ്ചലും അവ കുറച്ച് സീനായിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവളെ നോക്കണം. അവളുടെ അൺറെഡി വിത്ത് മീ അവളുടെ അൺറെഡി എടുക്കാനോ എന്ന് വിചാരിച്ചു. അത് ഇനിയിപ്പം എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് കരുതി. അപ്പം നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വെൽക്കം ടു അവർ ഫാമിലി. ശരി, വെക്കുവാണേ. ബൈ ബൈ.